ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ മനുഷ്യർക്കും പല സമയം പല ഇമോഷൻസ് മാറി വരാറുണ്ട്. അങ്ങനെ വരുന്നൊരു ഇമോഷനാണ് ആൻഗർ, അല്ലെങ്കിൽ ദേഷ്യം, കോപം എന്നൊക്കെ പറയാം. ഈ ആൻഗർ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷനാണ് അല്ലേ. നമ്മുടെ ഓരോ വികാരങ്ങളും ഓരോ ഇമോഷൻസും നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ ചിന്തയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുന്നൊരു തരം നെഗറ്റീവ് ഇമോഷനാണ് ആൻഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വിഷയമാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് റിക്കഗ്നൈസ് ദ പവർ ഓഫ് യുവർ തോട്ട്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചിന്തയുടെ ശക്തി തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ചിന്തയിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പല ഇമോഷൻസും പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. ദെൻ റിക്കഗ്നൈസ് ദാറ്റ് ഓൺലി യു ക്യാൻ കൺട്രോൾ ഇറ്റ് അല്ലേ. അത് നമ്മൾ എന്താണ് നമ്മുടെ ചിന്തയുടെ പവർ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു ചിന്ത അത് നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് തന്നെ കഴിയുള്ളൂ എന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ. റിക്കഗ്നൈസ് ദാറ്റ് ഓൺലി യു ക്യാൻ കൺട്രോൾ ഇറ്റ് അല്ലേ. നമ്മുടെ ചിന്ത നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കുക. ഡോണ്ട് എൻഗേജ് ഇൻ എ ബേണിംഗ് സെൽഫ് ടോക്ക്, ഡോണ്ട് എക്സാജറേറ്റ് നെഗറ്റീവ് ഇമോഷൻസ്. അതായത് നമ്മൾ തന്നെ ഒരു പൊള്ളുന്ന ഒരു സ്വയം സംഭാഷണത്തിൽ ഏർപ്പെടാതിരിക്കുക. പ്രതികൂല വികാരങ്ങളെ പെരുപ്പിച്ച് കാണിക്കാതിരിക്കുക. നമ്മളിപ്പോൾ നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് നമ്മൾ ചിലപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം കണ്ടാൽ അതിൽ കയറി അത് കുറച്ചുകൂടെ ആളിക്കത്തുന്ന രീതിയിലാക്കാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. ഡോണ്ട് ആട്രിബ്യൂട്ട് ഇൻറ്റൻഷൻ ആൻഡ് ഇൻറ്റേർണൽ മോട്ടിവേഷൻസ് ടു അതേഴ്സ്. നമ്മൾ പലതരം ഉദ്ദേശങ്ങളുണ്ടാവും അല്ലേ. ഉദ്ദേശങ്ങളും ആന്തരിക പ്രേരണകളും മറ്റുള്ളവരെ ആരോപിക്കപ്പെടുത്താതിരിക്കുക അല്ലേ. നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് അല്ലേ അത് മറ്റുള്ളവരിൽ കൂടി ആരോപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നു, ആ ഒരു നെഗറ്റീവ് തോട്ട് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രിവെന്റ് പീപ്പിൾ ഫ്രം ഹാവിങ് ഇറാഷണൽ ബിലീഫ്സ് അബൌട്ട് ഇവൻറ്റ്സ് അല്ലേ. നമ്മൾ ഇപ്പം എന്തെങ്കിലും ചിലപ്പോൾ ആളുകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളാവാം, അവയെക്കുറിച്ച് അല്ലാതെയുള്ള വിശ്വാസങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ മാക്സിമം തടഞ്ഞു നിർത്താൻ തന്നെ ശ്രമിക്കുക. നമ്മളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നവരെ ആയിരുന്നാലും അങ്ങനെയുള്ള സംസാരങ്ങളെ ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തടഞ്ഞു നിർത്തുന്നത് നല്ലതായിരിക്കും. Try to find positive ways to express anger and put the amount, quality and time of anger you intend to express under your control അല്ലേ. നമ്മളിപ്പം കോപം പ്രകടിപ്പിക്കാൻ ഒരു ക്രിയാത്മക കഴിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ടുള്ളത്. അതായത് നമുക്ക് പല കഴിവുകളുള്ളവരായിരിക്കും ഓരോരുത്തരും അല്ലേ. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ടാവും അല്ലേ. നിങ്ങൾ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കോപത്തിൻ്റെ ഒരളവുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോതും അളവും സമയവും നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് സംസാരം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഷൗട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഷൗട്ട് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ തോന്നുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അല്ലാതെ ഇപ്പം നമ്മൾ അവരോട് ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരോട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക വേണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ അതിൻ്റെ ആ ഒരു അളവ്, നമ്മൾ പറയാനുള്ള കാര്യം അവിടെ പറഞ്ഞങ്ങ് തീർക്കുക എന്നുള്ളതല്ലാതെ അത് വീണ്ടും പറഞ്ഞ് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അങ്ങനെ ശ്രമിക്കാതെ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ആങ്കർ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം നമുക്ക് മറ്റൊരാളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ അളവ് നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻ ആങ്കർ കൺട്രോൾ, ലുക്ക് ഇൻവേർഡ് നോട്ട് ഔട്ട്വേർഡ്.
അല്ലേ? ഇനി കോപനിയന്ത്രണത്തിൽ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ദേഷ്യം നമ്മൾ നിയന്ത്രിക്കുന്നതിൽ അത് പുറത്തേക്കല്ല ഉണ്ടാവേണ്ടത്, അകത്തേക്ക് നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ അത് ഉള്ളിലേക്കാക്കി കളയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത്. പോസിറ്റീവ് ഇമോഷൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്, അല്ലേ? ഇപ്പം നോക്ക്, ഗിവ് യുവർ സെൽഫ് ടൈം ടു ചേഞ്ച്, ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫോർട്ട് ടു ചേഞ്ച് എ ഹാബിറ്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു പോസിറ്റീവ് ഇമോഷൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്, അല്ലേ? നമ്മൾ മാറാൻ സ്വയം എന്ത് ചെയ്യുക, ഒരു അവസരം മറ്റുള്ളവർക്കായാലും നമുക്കായാലും നമ്മൾ തന്നെ നൽകുക. ഈ ഒരു ശീലം മാറാൻ എന്താണ്, നമ്മുടെ ഒരു പ്രയത്നം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം നമ്മൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുക. അതിലൂടെ നമ്മുടെ മൈൻഡും ക്ലിയർ ആവും, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നതിന് പറ്റും. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓവറായിട്ട് ആങ്കർ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കഴിയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ആങ്കർ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക്